അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മൊഡ്യൂൾ 2 റിയലൈസേഷൻ ഓഫ് ഡിജിറ്റൽ ഫിൽറ്റേഴ്സാണ്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ഡിജിറ്റൽ ഫിൽറ്റേഴ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. ഡിജിറ്റൽ ഫിൽറ്റേഴ്സ് നമുക്ക് പഠിക്കാനുള്ളത് രണ്ടെണ്ണമാണ്, IIR ഫിൽറ്റർ ആൻഡ് FIR ഫിൽറ്റർ. എന്താണ് IIR മീൻസ് ഇൻഫിനിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ഫിൽറ്റർ, FIR മീൻസ് ഫൈനൈറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ഫിൽറ്റർ. ഓക്കെ, IIR ആൻഡ് FIR. IIR ഫിൽറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റിക്കേഴ്സീവ് ടൈപ്പ് ഫിൽറ്റർ. റിക്കേഴ്സീവ് ടൈപ്പ് ഫിൽറ്റർ എന്താണ് റിക്കേഴ്സീവ് ടൈപ്പ് ഫിൽറ്റർ? റിക്കേഴ്സീവ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻറ്റ് ഔട്ട്പുട്ട് y of n ഈസ് എ ഫങ്ഷൻ ഓഫ് പാസ്റ്റ് ഔട്ട്പുട്ട്സ്, പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ഇൻപുട്ട്സ്. ഓക്കെ, അതിനെയാണ് നമ്മൾ റിക്കേഴ്സീവ് ടൈപ്പ് എന്ന് പറയുന്നത്. അതായത് കറൻറ്റ് ഔട്ട്പുട്ട് y of n എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് പാസ്റ്റ് ഔട്ട്പുട്ട്സ്, അതായത് y of n-1, y of n-2 എക്സെട്ര. അതുപോലെ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ഇൻപുട്ട്സ് x of n, x of n-1, x of n-2 എക്സെട്ര. ഓക്കെ, അതാണ് റിക്കേഴ്സീവ് ടൈപ്പ് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി അപ്പോൾ FIR എന്ന് പറയുന്നത് എന്താ? നോൺ റിക്കേഴ്സീവ് ടൈപ്പാണ്. നോൺ റിക്കേഴ്സീവ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കറൻറ്റ് ഔട്ട്പുട്ട് y of n ഇസ് എ ഫങ്ഷൻ ഓഫ് ഓൺലി പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ഇൻപുട്ട്സ്. ഇൻപുട്ടിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, പാസ്റ്റ് ഔട്ട്പുട്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതിനെയാണ് എന്ത് പറയുന്നത്? റിക്കേഴ്സീവ് ടൈപ്പ് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ളത് റിയലൈസേഷൻ ഓഫ് ഡിജിറ്റൽ ഫിൽറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ FIR ഫിൽറ്റർ ആൻഡ് IIR ഫിൽറ്റേഴ്സിൻ്റെ റിയലൈസേഷൻ ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഡിജിറ്റൽ ഫിൽറ്റർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ക്യാൻ ബി റിയലൈസ്ഡ് ഇൻ എ വെറൈറ്റി ഓഫ് വേസ്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ അറിയാലോ, ട്രാൻസ്ഫർ ഫംഗ്ഷൻ H of Z. ഓക്കെ, y of z ഡിവൈഡഡ് ബൈ x of z. നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. y of z ഡിവൈഡഡ് ബൈ x of z. ട്രാൻസ്ഫർ ഫംഗ്ഷനെ നമുക്ക് റിയലൈസ് ചെയ്യാൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ആ റിയലൈസേഷനെ 2 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, റിക്കേഴ്സീവ് റിയലൈസേഷൻ ആൻഡ് നോൺ റിക്കേഴ്സീവ് റിയലൈസേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, റിക്കേഴ്സീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻറ്റ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രസൻറ്റ് ഔട്ട്പുട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് പാസ്റ്റ് ഔട്ട്പുട്ട്സ് ആൻഡ് പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ് ഇൻപുട്ട്സ്. ഓക്കെ, അത് നമ്മൾ IIR ഫിൽറ്റർ റിയലൈസേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നോൺ റിക്കേഴ്സീവ് റിയലൈസേഷൻ മീൻസ് കറൻറ്റ് ഔട്ട്പുട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ് ഇൻപുട്ട്സ് ഓൺലി. ഓക്കെ, അത് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ റിയലൈസേഷൻ ഓഫ് FIR ഫിൽറ്റേഴ്സ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് IIR ഫിൽറ്റർ റിയലൈസേഷൻ ആണ്. അതിനകത്ത് ആദ്യത്തെ ഫോം എന്ന് പറയുന്നത് ഡയറക്റ്റ് ഫോം 1 റിയലൈസേഷൻ. ഡയറക്റ്റ് ഫോം 1 റിയലൈസേഷൻ ഇത് നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്യാണ്. ഓക്കെ, അതിൻ്റെ തിയറി പാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമ്മൾ ജസ്റ്റ് ഡയറക്റ്റ് പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, ഒബ്റ്റെയിൻ ദ ഡയറക്റ്റ് ഫോം 1 റിയലൈസേഷൻ ഫോർ ദ സിസ്റ്റം ഡിസ്ക്രൈബ്ഡ് ബൈ ദ ഡിഫറൻസ് ഇക്വേഷൻ y of n equal to 0.5 y of n-1 minus 0.25 y of n-2 plus x of n plus 0.4 x of n-1. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് റിയലൈസേഷൻ ചെയ്യാനുള്ളത് ഡയറക്റ്റ് ഫോം 1 മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. നമുക്കൊരു സിസ്റ്റം ഇക്വേഷൻ അല്ലെങ്കിൽ ഡിഫറൻസ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ ഡിഫറൻസ് ഇക്വേഷനിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ആ ഫിൽറ്ററിനെ റിയലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത്, ആസ് യൂഷ്വൽ ഗിവൺ ഇക്വേഷൻ എടുത്തെഴുതുക. ഗിവൺ y of n equal to തന്നിട്ടുണ്ട്, ആ ക്വസ്റ്റ്യൻ എടുത്തെഴുതുക. എന്നിട്ട് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇക്വേഷനകത്ത് x of n-ൻ്റെ ടേംസ് ഉണ്ട് അല്ലേ. നമ്മൾ ഇക്വേഷൻ്റെ ഫങ്ഷൻസിൽ ഇത് IIR ഫിൽറ്റർ ഡിസൈനാണ്. IIR എന്ന് പറയുമ്പോൾ ഇറ്റ് ഡിപ്പെൻസ് ഓൺ പ്രസൻറ്റ് ഔട്ട്പുട്ട് ഡിപ്പെൻസ് ഓൺ പാസ്റ്റ് ഔട്ട്പുട്ട്സ് ആൻഡ് പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ് ഇൻപുട്ട്സ് അല്ലേ. അപ്പോൾ അവിടെ y of n-ൻ്റെ ഡിലേഡ് വേർഷൻസ് ഉണ്ടാവും, x of n ഉണ്ടാവും, x of n-ൻ്റെ ഡിലേഡ് വേർഷൻസ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ 2 ഇക്വേഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. ഓക്കെ, അതിനകത്ത് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് ഏതാണ് എടുക്കുന്നത്, x of n അല്ലെങ്കിൽ ഇൻപുട്ട്സിൻ്റെ ടേംസിലുള്ള ഇക്വേഷൻസിനെ നമ്മൾ ലെറ്റ് Wn equal to എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ x of n-ൻ്റെയും x of n-ൻ്റെ ഡിലേഡ് വേർഷൻസിനെയും
കമ്പൈൻ ചെയ്തിട്ട് ആ ടേംസിനെ എല്ലാം കൂടെ ചേർത്തിട്ട് WN എന്ന് പറഞ്ഞ ഒരു ഇക്വേഷനായിട്ട് എഴുതുക. അപ്പോൾ ഇവിടെ ഏതാ വരുന്നത്? ഇൻപുട്സിൻ്റെ ഇക്വേഷൻസ് ഏതൊക്കെ? x(n) + 0.4 x(n - 1). അപ്പോൾ ഇതിനെ നമ്മൾ ലെറ്റ് WN = എന്ന് പറഞ്ഞിട്ട് എഴുതി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് y(n)നെ റീറൈറ്റ് ചെയ്യാം. എങ്ങനെ എഴുതാം? y(n)നെ എങ്ങനെ എഴുതാം? y(n) = 0.5 y(n - 1) - 0.25 y(n - 2) പ്ലസ് ബാക്കിയുള്ള ടേംസിന് എന്ത് കൊടുത്താൽ മതി? WN. ഓക്കെ, നമ്മൾ ഇൻപുട്ടിൻ്റെ ടേംസിലുള്ള ഇക്വേഷൻസിനെ നമ്മൾ ഒരുമിച്ച് WN എന്ന് പറഞ്ഞ് എഴുതുക. ദെൻ വി ഹാവ് ടു റൈറ്റ് y(n) ഇൻ ടേംസ് ഓഫ് WN. ഓക്കെ, ഇത്രയും എഴുതിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇക്വേഷനകത്തെ നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഔട്ട്പുട്ടിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഔട്ട്പുട്ടിനകത്ത് WN-ൻ്റെ ഇക്വേഷനും വരുന്നുണ്ട്. പിന്നെ എന്താ വരുന്നത്? ഔട്ട്പുട്ടിൻ്റെ ഡിലേഡ് വേർഷൻസും വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ WN കണ്ടുപിടിക്കാനുള്ള സെക്ഷൻ വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് WN-ൻ്റെ റിയലൈസേഷൻ എഴുതണം. ദെൻ y(n)ൻ്റെ റിയലൈസേഷൻ വരയ്ക്കണം. ഓക്കെ, എല്ലാം ഒരു ഫിഗറിനകത്ത് തന്നെയാണ് വരയ്ക്കുന്നത്. എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷനാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ ടേംസ് ഉണ്ട്? ഒരു ഇൻപുട്ട് x(n) ഉണ്ട് അല്ലേ? നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഇൻപുട്ട് x(n) ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് ഈ ഇക്വേഷൻ്റെ റിയലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഏതാ? WN. ഇവിടെ എഴുതി, WN എഴുതി. ഓക്കെ, ഇനി ഈ WN എന്ന് പറയുന്നത് എന്താ? x(n) പ്ലസ് 0.4 ഇൻറ്റു x(n - 1). അതായത് x(n) വേണം, ഒരു സമ്മേഷൻ വേണം, ദെൻ x(n - 1) വേണം അല്ലേ? x(n - 1) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? x(n)ന് ഒരു ഡിലേ കൊടുക്കുന്നതാണ് x(n - 1) അല്ലേ? അപ്പോൾ ആ ഡിലേ നമ്മൾ കാണിക്കുന്നത് ഇങ്ങനെയാണ്. ഇതാണ് നമ്മൾ x(n) വരുന്നത്. ഡിലേ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു z ഇൻവേഴ്സ് കൊടുക്കുക. ഇതാണ് നമ്മൾ ഡിലേ എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിലേ എലമെൻറ്റിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും കിട്ടുന്നത് നിങ്ങൾക്ക്? ഇത് x(n - 1) ആയിരിക്കും. ഓക്കെ, എഴുതേണ്ട ആവശ്യമില്ല, ഞാനത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കാണിച്ചിട്ട്. ഓക്കെ, ഇനി വേറെ ഡിലേ എലമെൻറ്റ്സ് വേറെ ഡിലേ ടേംസ് ഒന്നും വരുന്നില്ല. ഇൻപുട്ടിൻ്റെ വേറെ ഡിലേഡ് വേർഷനൊന്നും വരുന്നില്ല. അപ്പോൾ ഇത്ര ഡിലേ മതി. ഓക്കെ, ഒരു ഡിലേ എലമെൻറ്റിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ഇനി നമുക്കിതിനെ ഈ ടേമിനും സമ്മേഷൻ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ടേം എന്താ? x(n)ൻ്റെ ടേം വരുന്നുണ്ട്. അപ്പോൾ അതിനെ ഒരു സമ്മിങ് പോയിന്റിലോട്ട് കൊടുത്തു, സമ്മേഷൻ. ഓക്കെ, x(n). ഓക്കെ, x(n). ഇനി ഈ x(n)ന് എന്തെങ്കിലും കോഎഫിഷ്യൻസ് ഉണ്ടെങ്കിൽ അത് ആ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഇവിടെയാണ് ചെയ്യുന്നത്. ഓക്കെ, വെയിറ്റേജ് ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഓക്കെ, ദെൻ അടുത്തത് എന്താ വരുന്നത്? x(n - 1). x(n - 1) എന്ന് പറയുന്നത് ഇതാണ്. x(n - 1) അതിനെ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ സമ്മിങ് പോയിന്റിലോട്ട് തന്നെ കൊടുത്താൽ മതി. ഇത് കഴിഞ്ഞ് വേറെ ഡിലേ വരുന്നുണ്ടെങ്കിൽ ഇവിടെ സെപ്പറേറ്റ് സമ്മിങ് പോയിന്റ് കൊടുക്കുക. ഓക്കെ, പക്ഷേ അതിന് നമ്മളൊരു കോഎഫിഷ്യൻ്റ് ഉണ്ട് 0.4, ഒരു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ വരുന്നുണ്ട് 0.4. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് WN ഇത്രയും നമ്മൾ ഇൻപുട്ട് WN കിട്ടുന്ന സെഷൻ കഴിഞ്ഞു. ഇനി അടുത്ത എന്താ? അടുത്ത നമുക്ക് എന്താ? y(n) ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ y(n) നമുക്കിവിടെ ഔട്ട്പുട്ടിൽ y(n) കിട്ടുന്നു. ഓക്കെ, y(n) ഇവിടെ കിട്ടുന്നു. y(n) കാണിച്ചു, ഒരു ലൈൻ വെച്ചിട്ട് ജസ്റ്റ് കാണിച്ചു. ഇനി y(n)ൽ ഏതൊക്കെ ടേംസ് വരുന്നുണ്ട്? 0.5 ഇൻറ്റു y(n - 1). അതായത് y(n)നെ ഒരു യൂണിറ്റ് ഡിലേ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഡിലേ നമ്മൾ കാണിക്കണം. ഇതാണ് y(n) കിട്ടുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു യൂണിറ്റ് ഡിലേ കൊടുക്കണം. ഒരു ഡിലേ കാണിക്കാൻ നമ്മൾ z ഇൻവേഴ്സ് ഇതാണ് ഡിലേ കാണിക്കാൻ, ഡിലേ എലമെൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് വരുന്നത്, അടുത്ത ടേം എന്താ വരുന്നത്? ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? y(n - 1) ആയിരിക്കും. ഇവിടെ കിട്ടുന്നത് y(n - 1) ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തെന്താ വേണ്ടത്? 0.25 ഇൻറ്റു y(n - 2). അടുത്തത് ഒരു ഡിലേയും കൂടി വേണം. y(n - 2) എന്ന് പറയുമ്പോൾ
ഇവിടെ y of n minus 1 കിട്ടി, ഒരു ഡിലേയും കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? y of n minus 2 കിട്ടും അല്ലേ? z ഇൻവേഴ്സ് ഇവിടുന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും? y of n minus 2. ഇവിടെ എന്തായിരിക്കും? y of n minus 2. ഇത് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കാണിക്കുക. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ഇക്വേഷനകത്ത്? ഇനി ഇതെല്ലാം സം ചെയ്യുക, എല്ലാം ചെയ്യണം. ഓക്കെ, അപ്പോൾ പിന്നുള്ളത് WN ആണ്, പ്ലസ് WN. അപ്പോൾ WN നമുക്കിവിടെ കിട്ടുന്നുണ്ട്. WN then WN plus WN. അപ്പോൾ ഇവിടെ സമയം പോയിന്റ് നമ്മൾ ഇവിടെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ എന്താ കിട്ടേണ്ടത്? WN. പിന്നെ അടുത്ത ടൈം എന്താ വരുന്നത്? 0.5 ഇൻറ്റു y of n minus 1. y of n minus ഇവിടെ നിന്നാണ് കിട്ടുന്നത്. y of n minus 1 ഇങ്ങോട്ട് പോകണം. y of n minus 1. ഇവിടുത്തെ വെയിറ്റേജ് ഫാക്ടർ എത്ര? ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് എത്ര വരുന്നത്? 0.5 ഇവിടെ മാർക്ക് ചെയ്തു. ദെൻ പിന്നെ മൈനസ് 0.25 y of n minus 2. അതായത് എഗെയിൻ സമ്മേഷനാണ് വിത്ത് കോഎഫിഷ്യൻ എന്താ വരുന്നത്? മൈനസ് 0.25. ഇനി അടുത്ത വേറെ ടേംസ് ഒന്നും ഇല്ലാത്ത കാരണം നമുക്ക് ഈ സമ്മേഷന് ഈ സമയം പോയിന്റിലോട്ട് തന്നെ അത് കൊടുത്താൽ മതി. ഇവിടെ എന്ത് വരും? മൈനസ് 0.25. ഓക്കെ, ഇവിടെ സബ്ട്രാക്ഷൻ അല്ല ചെയ്യേണ്ടത്, നമ്മൾ സാധാരണ സമ്മേഷൻ ചെയ്യുക വിത്ത് കോഎഫിഷ്യൻ മൈനസ് 0.25. ദെൻ ഇതിങ്ങനെ സമ്മേഷൻ ചെയ്തു, പ്ലസ് ഇവിടുന്ന് ഇങ്ങനെ WN കിട്ടും. അപ്പോൾ ഇവിടെ ഈ സമ്മേഷൻ്റെ ഔട്ട്പുട്ട് നോക്കുക. ഇവിടെ എന്തൊക്കെ ഉണ്ട്? WN പ്ലസ് പിന്നെ എന്തൊക്കെ ഉണ്ട്? 0.5 ഇൻറ്റു y of n minus 1 പ്ലസ് പിന്നെ എന്ത് വരുന്നുണ്ട്? മൈനസ് 0.25 ഇൻറ്റു y of n minus 2. ഇതെല്ലാം കൂടെ ചേർന്നതാണ് എന്ത്? നമ്മുടെ y of n. ഓക്കെ, വരയ്ക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലായല്ലോ. നമ്മൾക്ക് തന്നിരിക്കുന്ന ഇക്വേഷനെ രണ്ട് ഇക്വേഷൻസ് ആയിട്ട് എഴുതുക. ഒരെണ്ണം ഇൻപുട്ട്സ് മാത്രമുള്ള ഇക്വേഷൻ WN, ദെൻ ഔട്ട്പുട്ട് ഇൻ ടേംസ് ഓഫ് ഡിലേഡ് ഔട്ട്പുട്ട്സ് ആൻഡ് ഇൻപുട്ട് ഇൻ ടേംസ് ഓഫ് ഡിലേഡ് ഔട്ട്പുട്ട്സ് ആൻഡ് WN, അത് രണ്ടാമത്തെ ഇക്വേഷൻ. എന്നിട്ട് ആദ്യം നമ്മൾ ഈ WNൻ്റെ റിയലൈസേഷൻ വരയ്ക്കുക. അതിനകത്ത് ഓരോ ടേമും എക്സ് ഓഫ് n ഡിലേ കാണിക്കാൻ വേണ്ടി z ഇൻവേഴ്സ് എന്ന് പറഞ്ഞ ഡിലേ എലമെന്റ് യൂസ് ചെയ്യുക. ദെൻ കോഎഫിഷ്യൻസിനെ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ഇവിടെ കാണിക്കുക, ആരോ മാർക്ക് വെച്ച് കാണിക്കുക. ദെൻ സമ്മിനെ നമ്മൾ എന്ത് വെച്ച് കാണിക്കുക? സമ്മിങ് പോയിന്റ്സ് വെച്ചിട്ട് കാണിക്കുക. ഓക്കെ, ദെൻ y of n-ന്റെ ഇക്വേഷൻ്റെ റിയലൈസേഷൻ ഇതുപോലെ കാണിക്കുക. ഓക്കെ, അടുത്ത ഒരു എക്സാമ്പിളും കൂടി നോക്കാം. y of n ഈക്വൽ ടു മൈനസ് 0.1 y of n minus 1 പ്ലസ് 0.72 y of n minus 2 പ്ലസ് 0.7 x of n minus 0.252 x of n minus 2. ഒബ്റ്റെയിൻ ദ ഡയറക്റ്റ് ഫോം 1 റിയലൈസേഷൻ. ഓക്കെ, അപ്പോൾ ആദ്യം ഗിവൺ ഇക്വേഷൻ എടുത്ത് എഴുതി. ദെൻ എന്ത് ചെയ്യണം? നമ്മൾ എക്സ് ഓഫ് എന്നിൻ്റെ ടേംസിലുള്ള ഇക്വേഷനെ നമ്മൾ എന്തായിട്ട് എഴുതണം? ലെറ്റ് WN ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതണം. അപ്പോൾ WN ഈക്വൽ ടു ഇത് വരും 0.7 x of n minus 0.252 x of n minus 2. Then we have to write y of n in terms of WN and delayed outputs. That is y of n equal to തന്നിരിക്കുന്ന ഇക്വേഷനിൽ റിമൈനിങ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? -0.1 y of n minus 1 plus 0.72 y of n minus 2 പ്ലസ് ബാക്കിയുള്ള ടേംസ് എന്താ? WN. ഓക്കെ, ഇനി നമുക്ക് റിയലൈസേഷൻ വരയ്ക്കണം. റിയലൈസേഷൻ വരയ്ക്കാൻ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? നമ്മൾ ഇൻപുട്ട് എക്സ് ഓഫ് എൻ അല്ലേ? ഇൻപുട്ട് എക്സ് ഓഫ് എൻ ആദ്യം നമ്മൾ വരയ്ക്കുന്നത് WN-ന്റെ റിയലൈസേഷൻ ആണ്. WN ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? 0.7 x of n minus 0.252 x of n minus 2. x of n വരുന്നുണ്ട്, x of n minus 2 വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അതെങ്ങനെ വരയ്ക്കുന്നത്? x of n നമ്മുടെ ഇൻപുട്ട് x of n, ദെൻ 0.7 ഇൻറ്റു x of n. അപ്പോൾ ഇവിടെ ഒരു സമ്മേഷൻ കൊടുക്കുക. ദെൻ x of n-ന്റെ
കോഎഫിഷ്യൻ്റ് 0.7 മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ 0.7 മാർക്ക് ചെയ്തു. ദെൻ അടുത്തത് ഏതാ ടേം വരുന്നത്? ഡിലേ ഉണ്ട് എക്സ് ഓഫ് n മൈനസ് 2. അപ്പോൾ എത്ര ഡിലേ എലമെൻറ്റ്സ് വേണം? 2 ഡിലേ എലമെൻറ്റ്സ് വേണം. കാരണം ആദ്യത്തെ ഡിലേ എലമെൻറ്റിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എന്തായിരിക്കും? എക്സ് ഓഫ് n മൈനസ് 1 ആയിരിക്കും. ദെൻ ഒരു ഡിലേയും കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഓഫ് n മൈനസ് 2 കിട്ടും അല്ലേ? ഇവിടെ നിന്നായിരിക്കും നമുക്ക് എക്സ് ഓഫ് n മൈനസ് 2 കിട്ടുക. ഓക്കെ, ഇനി വേറെ ടേംസ് ഒന്നുമില്ല. അപ്പം ഇത് ഇങ്ങോട്ടാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാണ് വരുന്നത്? മൈനസ് 0.252. കോഎഫിഷ്യൻ്റ് നമ്മൾ ഇവിടെ കാണിച്ചു, ആരോ മാർക്കിട്ട് കാണിക്കുക. മൈനസ് 0.252. ഓക്കെ, ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. അടുത്ത സെക്ഷനിൽ എന്താ വരുന്നത്? y ഓഫ് n കണ്ടുപിടിക്കാനുള്ളതാണ്. y ഓഫ് n നമുക്ക് ഇവിടുന്ന് കിട്ടും. y ഓഫ് n. ഇനി y ഓഫ് n എന്തൊക്കെ വരുന്നുണ്ട്? y ഓഫ് n മൈനസ് 1 വേണം, y ഓഫ് n മൈനസ് 2 വേണം അല്ലേ? അപ്പോൾ y ഓഫ് n മൈനസ് 1 ഒരു ഡിലേ എലമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ y ഓഫ് n മൈനസ് 1. ഇനി y ഓഫ് n മൈനസ് 2 വേണം. അപ്പോൾ ഒരു ഡിലേ എലമെൻറ്റ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ y ഓഫ് n മൈനസ് 2. ഇനി അതിൻ്റെ കോഎഫിഷ്യൻസ് മാർക്ക് ചെയ്യണം. ഏതൊക്കെയാ? y ഓഫ് n മൈനസ് 1ൻ്റെ ഇവിടെ wn പ്ലസ്. ഓക്കെ, ഇനി y ഓഫ് n മൈനസ് 1ൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ? y ഓഫ് n മൈനസ് 1ൻ്റെ മൈനസ് 0.1 പ്ലസ് അടുത്തത് y ഓഫ് n മൈനസ് 2ൻ്റെ കോഎഫിഷ്യൻ്റ് ഏതാ? 0.72. ഇനി വേറെ ടേം ഇല്ലാത്ത കാരണം ഇത് ഡയറക്റ്റ് ഇങ്ങോട്ട് കൊടുത്താൽ മതി. കോഎഫിഷ്യൻ്റ് 0.72. ഓക്കെ, ദെൻ ഇതെല്ലാം കൂടെ ഇതിലോട്ട് കൊടുക്കുക. നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് y ഓഫ് n ഇവിടുന്ന് കിട്ടും. y ഓഫ് n. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതാണ് ഡയറക്റ്റ് ഫോം 1 റിയലൈസേഷൻ. അടുത്തത് ഡയറക്റ്റ് ഫോം 2 റിയലൈസേഷൻ ആണ്. ഓക്കെ, നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഒബ്റ്റെയിൻ ഡയറക്റ്റ് ഫോം 2 സ്ട്രക്ചർ ഓഫ് ദ സിസ്റ്റം ഡിസ്ക്രൈബ്ഡ് ബൈ ദ ഡിഫറൻസ് ഇക്വേഷൻ y ഓഫ് n ഈക്വൽ ടു ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമ്മൾ ഡയറക്റ്റ് ഫോം 2 വെച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ആദ്യം ഗിവൺ ഇക്വേഷൻ എടുത്തെഴുതുക. y ഓഫ് n ഈക്വൽ ടു ഇക്വേഷൻ എഴുതി. ദെൻ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ z ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുക. അപ്ലൈ z ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്. z ട്രാൻസ്ഫോം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സിഗ്നൽ സെൻസ് സിസ്റ്റത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ z ട്രാൻസ്ഫോം എന്തായിരുന്നു ഇക്വേഷൻ? എക്സ് ഓഫ് n മൈനസ് എമ്മിൻ്റെ z ട്രാൻസ്ഫോം ജനറൽ ഫോം എന്തായിരുന്നു? z റേസ് ടു മൈനസ് എം ഇൻറ്റു എക്സ് ഓഫ് z. ഓർമ്മയുണ്ടല്ലോ, എക്സ് ഓഫ് n മൈനസ് എം ആണെങ്കിൽ z റേസ് ടു മൈനസ് എം ഇൻറ്റു എക്സ് ഓഫ് z. എക്സിൻ്റെ സ്ഥാനത്ത് y ആണെങ്കിൽ ഇവിടെ y ഓഫ് z വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? z ട്രാൻസ്ഫോം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ടേം എന്താ? മൈനസ് 0.1 ഇൻറ്റു y ഓഫ് n മൈനസ് 1, ദാറ്റ് ഈസ് m ഈക്വൽ ടു 1. അപ്പോൾ എന്ത് വരും? മൈനസ് 0.1 z ഇൻവേഴ്സ് ഇൻറ്റു y ഓഫ് n-ൻ്റെ z ട്രാൻസ്ഫോം y ഓഫ് z പ്ലസ് 0.7 y ഓഫ് n മൈനസ് 2. ഏതാ? ഇവിടെ നോക്കുക, m ഈക്വൽ ടു 2 ആണ്. അപ്പോൾ z റേസ് ടു മൈനസ് 2 ഇൻറ്റു y ഓഫ് n-ൻ്റെ z ട്രാൻസ്ഫോം y ഓഫ് z പ്ലസ് 0.7 ഇൻറ്റു എക്സ് ഓഫ് n-ൻ്റെ z ട്രാൻസ്ഫോം എന്താ? എക്സ് ഓഫ് z മൈനസ് 0.252 ഇൻറ്റു എക്സ് ഓഫ് n മൈനസ് 2 ആണ്. n മൈനസ് 2 ആകുമ്പോൾ എന്ത് വരും? z ഇൻവേഴ്സ് 2 ഇൻറ്റു എക്സ് ഓഫ് z. ഓക്കെ, ദെൻ എന്താ ചെയ്യേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് y ഓഫ് z ബൈ എക്സ് ഓഫ് z ആണ്. ഓക്കെ, അപ്പോൾ അതിനെന്ത് ചെയ്യണം? ആദ്യം y ഓഫ് z-ൻ്റെ ടേംസ് ഒരുമിച്ച് എഴുതാം. y ഓഫ് z-ൻ്റെ ടേംസ് കളക്ട് ചെയ്ത് എഴുതാം. അപ്പോൾ y ഓഫ് z, പിന്നെ ബാക്കിയുള്ള ഈ രണ്ട് ടേംസും LHSലോട്ട് കൊണ്ടുവന്നു. y ഓഫ് z പ്ലസ് 0.1 z ഇൻവേഴ്സ് y ഓഫ് z മൈനസ് 0.7 z ഇൻവേഴ്സ് ടു y ഓഫ് z ഈക്വൽ ടു RHS അതുപോലെ എഴുതി. റിമൈനിങ് ടേംസ് RHSൽ എഴുതി. ഓക്കെ, ദെൻ y ഓഫ് z-ന് ഔട്ട് സൈഡ് എടുത്തു, എക്സ് ഓഫ് z-ന് ഔട്ട് സൈഡ് എടുത്തു, റിമൈനിങ് ടേംസ് എഴുതി. ഓക്കെ, ഇതുപോലെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളതാണ്. ദെൻ എന്ത് ചെയ്യുക? y ഓഫ് z ബൈ എക്സ് ഓഫ് z എഴുതുക. y ഓഫ് z ബൈ എക്സ് ഓഫ് z ഈക്വൽ ടു 0.7
minus 0.252 z inverse 2 divided by e term 1 plus 0.1 z inverse minus 0.7 z inverse 2. Okay. അപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ ഡബ്ല്യു സെഡ് ഇൻ ലെഫ്റ്റ് സൈഡ്. LHSൽ എന്ത് ചെയ്യുക? ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററെയും WZ എന്ന് പറഞ്ഞ ഒരു ടേം വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. നമ്മൾ LHS എന്തായിരുന്നു? y(z) by x(z). ന്യൂമറേറ്ററിനെ WZ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, ഡിനോമിനേറ്ററിനെ WZ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ ഫോമിലാക്കിയിട്ട് എഴുതി, അതായത് y(z) divided by WZ into WZ divided by x(z). ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു RHS അതുപോലെ എഴുതി. ദെൻ നമ്മൾ എഴുതുകയാണ്, ഇത് രണ്ട് പ്രോഡക്ട്സ് അല്ലേ വരുന്നത്. അപ്പോൾ ആദ്യത്തെ ടേമിനെ നമ്മൾ എഴുതി y(z) divided by WZ ഈക്വൽ ടു ഈ ന്യൂമറേറ്റർ എടുത്ത് എഴുതി. ഓക്കെ, 0.7 minus 0.252 z inverse 2. ഓക്കെ, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇനി എന്താ അടുത്ത ടേം എന്ത് വരും? LHSൽ റിമൈനിങ് എന്താ ഉള്ളത്? WZ divided by x(z). ദാറ്റ് ഈസ് ഈക്വൽ ടു RHSൽ റിമൈനിങ് എന്താ വരുന്നത്? 1 divided by 1 plus 0.1 z inverse minus 0.7 z inverse 2. ഓക്കെ, സ്റ്റെപ്പ് ക്ലിയർ ആണല്ലോ. LHSലെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും WZ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ y(z) divided by WZ into WZ divided by x(z) എന്ന് പറഞ്ഞ ഫോമിൽ LHS എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു RHS അതുപോലെ എഴുതി. ദെൻ അതിനകത്ത് ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് y(z) by WZ ഈക്വൽ ടു ന്യൂമറേറ്റർ എഴുതി, WZ by x(z) ഈക്വൽ ടു 1 by ഡിനോമിനേറ്റർ എഴുതി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുക. ഫസ്റ്റ് ഇക്വേഷനകത്തുനിന്ന് y(z)ന്റെ ഇക്വേഷൻ എഴുതുക. ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? ഇതായിരുന്നു. y(z) by WZ ഈക്വൽ ടു ഈ ഇക്വേഷൻ ആയിരുന്നു. ഓക്കെ, അതിനകത്തുനിന്ന് നമുക്ക് y(z)ന്റെ ഇക്വേഷൻ എടുക്കാം. y(z)ന്റെ ഇക്വേഷൻ എടുക്കാൻ എന്ത് ചെയ്താൽ WZ-നെ RHSലോട്ട് കൊണ്ടുപോയി. WZ-നെ RHSലോട്ട് കൊണ്ടുപോയി. ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. 0.7 WZ minus 0.252 z inverse into WZ. ദെൻ എന്ത് ചെയ്യുക? ഇൻവേഴ്സ് Z ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇൻവേഴ്സ് ടേക്കിംഗ് ഇൻവേഴ്സ് Z ട്രാൻസ്ഫോം. അപ്പോൾ y(z)ന്റെ ഇൻവേഴ്സ് എന്താ? y(n). ഓക്കെ, ദെൻ 0.7 WZ-ന്റെ ഇൻവേഴ്സ് എന്തായിരിക്കും? WN മൈനസ് 0.252 ഇൻറ്റു Z ഇൻവേഴ്സ് 2 ഇൻറ്റു WZ. അതിന്റെ ഇൻവേഴ്സ് എന്തായിരിക്കും? WN minus 2. കാരണം നമുക്കറിയാലോ, നമ്മൾ തിരിച്ച് ചെയ്തിട്ടുണ്ട്. WN minus 2 ഇൻറ്റു WN minus 2ന്റെ Z ട്രാൻസ്ഫോം എന്താ? Z inverse 2 into WZ. അപ്പോൾ തിരിച്ച്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഇക്വേഷനകത്തുനിന്ന് നമുക്ക് y(n)ന്റെ ഇക്വേഷൻ കിട്ടി ഇൻ ടേംസ് ഓഫ് WN. അതിനെ ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് കൊടുത്തു. അടുത്തത് ഫ്രം ഇക്വേഷൻ നമ്പർ 2 we will get x(z) equal to 1 plus അതായത് അവിടുത്തെ ഡിനോമിനേറ്റർ ഇൻറ്റു WZ. അതായത് ഇങ്ങനെയായിരുന്നു നമ്മൾ ഫോം ഉണ്ടായിരുന്ന ഇക്വേഷൻ നമ്പർ 2, WZ by x(z) ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ഈ ടേം അല്ലേ. അതിനകത്തുനിന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ x(z) ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതി. ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് WZ-ന്റെ ഇക്വേഷനാണ്. അപ്പോൾ WZ ഈക്വൽ ടു ഈ ടേം മാത്രം ഇവിടെ എടുത്ത് നിർത്തി, ബാക്കിയുള്ളതിനെ ഇപ്പോൾ ഈ കേസ് ആകുമ്പോൾ ബാക്കിയുള്ളതിനെ LHSലോട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് കിട്ടി? WZ-ന്റെ ഇക്വേഷൻ കിട്ടി. ദെൻ അഗെയിൻ ടേക്കിംഗ് Z ഇൻവേഴ്സ് വി വിൽ ഗെറ്റ് WN ഈക്വൽ ടു എന്ത് കിട്ടും? x(n) മൈനസ് 0.1 WN minus 1. Z ഇൻവേഴ്സ് ഇൻറ്റു WZ-ന്റെ ഇൻവേഴ്സ് WN minus 1. അതുപോലെ 0.72 ഇൻറ്റു Z ഇൻവേഴ്സ് 2 ഇൻറ്റു WZ-ന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് WN minus 2. ഇനി ഇത് തന്നെ നമുക്ക് പ്ലോട്ട് ചെയ്യണം. പ്ലോട്ട് ചെയ്യാൻ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. രണ്ട് ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഒരെണ്ണം WN-ന്റെ ഇക്വേഷനും ഒരെണ്ണം y(n)ന്റെ ഇക്വേഷൻ ഉണ്ടായിരുന്നു. y(n)ന്റെ ഇക്വേഷൻ എന്തായിരുന്നു? 0.7 WN minus 0.252 WN minus 2. ഓക്കെ, നമ്മൾ ഓൾറെഡി എഴുതിയ ഇക്വേഷനാണ്. ഇവിടെ വരയ്ക്കാനുള്ള എളുപ്പത്തിന് ഞാൻ ഇവിടെ എഴുതിയതാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ WN-ന്റെ ഇക്വേഷനാണ്. WN-ന്റെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് x(n) ആൻഡ് WN minus 1 ആൻഡ് n minus 2. ദാറ്റ് മീൻസ് ഡിലേഡ് വേർഷൻസ് ഓഫ് WN. അപ്പോൾ ഇൻപുട്ട് x(n) പിന്നെ നമുക്ക് WN ആണ് കിട്ടുന്നത്. WN ഇവിടെ കാണിച്ചു. ഓക്കെ, നേരത്തെ പോലെ തന്നെ. ഇനി നമുക്ക് ഇവിടെ ഇക്വേഷൻ നോക്കാം. x(n) പ്ലസ് അല്ലേ. അപ്പോൾ x(n) പ്ലസ് വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഏതാ വരുന്നത്? WN minus 1.
ഡബ്ല്യു എൻ മൈനസ് 1 എന്ന് പറയുമ്പോൾ ഇവിടെ ഡിലേ കൊടുക്കുക. ഡബ്ല്യു എൻ മൈനസ് 1 എന്ന് പറയുമ്പോൾ ഡബ്ല്യു എന്നിന് ഒരു ഡിലേ കൊടുത്തു. ഡിലേ എലമെൻറ്റ് സെഡ് ഇൻവേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഡബ്ല്യു എൻ മൈനസ് 1. അതേപോലെ തന്നെ പിന്നുള്ളത് ഏതാ? ഡബ്ല്യു എൻ മൈനസ് 2 ഉണ്ട്. അപ്പോൾ ഒരു ഡിലേയും കൂടിയും കൊടുക്കുക സെഡ് ഇൻവേഴ്സ്. അപ്പോൾ ഡബ്ല്യു ഇവിടെ എന്തായിരിക്കും? ഡബ്ല്യു എൻ മൈനസ് 2. ഞാൻ ആദ്യം ഡിലേസ് മാത്രം ഒന്ന് വരച്ച് കാണിച്ചതാണ്. ഓക്കെ, ഇനി നമുക്ക് ടേംസ് കമ്പൈൻ ചെയ്തിട്ട് എഴുതാം. ആദ്യം എക്സ് ഓഫ് എൻ പ്ലസ് അല്ലേ, ഇതാണ് എക്സ് ഓഫ് എൻ പ്ലസ്. പിന്നെ എന്താ വരുന്നത്? -0.1 ഇൻറ്റു ഡബ്ല്യു എൻ മൈനസ് 1. ഇവിടുന്ന് ഡബ്ല്യു എൻ മൈനസ് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു അടുത്തത് ഒരു ടേമും കൂടി ഉള്ളത് കാരണം ഇവിടെ ഒരു സമ്മേഷൻ കൊടുക്കുക. ദെൻ ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് എന്താ വരുന്നത്? -0.1. ഓക്കെ, അപ്പോൾ ഈ ടേം കംപ്ലീറ്റ് ആയി. ദെൻ അടുത്തത് എന്താ വരുന്നത്? +0.72 ഇൻറ്റു ഡബ്ല്യു എൻ മൈനസ് 2. ഡബ്ല്യു എൻ മൈനസ് 2 ഇവിടെയാണ്. ഇനി അടുത്ത ടേം ഇല്ലാത്ത കാരണം ഈ സമയം പോയിന്റിലോട്ട് കൊടുത്തു. ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് മാർക്ക് ചെയ്യുക. കോഎഫിഷ്യൻ്റ് എന്താ? 0.72. ഓക്കെ, അപ്പോൾ ഇത്രയായി. അപ്പോൾ എക്സ് ഓഫ് എൻ പ്ലസ് -0.1 ഇൻറ്റു ഡബ്ല്യു എൻ മൈനസ് 1 പ്ലസ് 0.72 ഇൻറ്റു ഡബ്ല്യു എൻ മൈനസ് 2. ഇത് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടി, ഡബ്ല്യു എൻ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് വരയ്ക്കേണ്ടത് എന്താ? വൈ ഓഫ് എൻ ആണ് വരയ്ക്കേണ്ടത്. വൈ ഓഫ് എൻ കിട്ടാൻ എന്തൊക്കെയാണ് വേണ്ടത്? വൈ ഓഫ് എന്നിൻ്റെ ഇക്വേഷൻ എന്താ? 0.7 ഇൻറ്റു ഡബ്ല്യു എന്നിൻ്റെ 0.7. അപ്പോൾ ഇവിടെ ഒരു പിന്നെ അടുത്തത് ഏതാ വരുന്നത്? 0.252 ഇൻറ്റു ഡബ്ല്യു എൻ മൈനസ് 2. ഓക്കെ, ഇപ്പോൾ ഡബ്ല്യു എൻ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് കിട്ടും അല്ലേ? ഡബ്ല്യു എൻ ഇവിടെ ഒരു സമയം പോയിന്റ് കൊടുത്താൽ മതി. ഡബ്ല്യു എൻ അതിൻ്റെ കോഎഫിഷ്യൻറ്റ് 0.7. ഓക്കെ, അടുത്ത എന്താ? ഡബ്ല്യു എൻ മൈനസ് 2. എൻ മൈനസ് 2 എവിടെ കിട്ടും? നമുക്ക് ഇവിടെ കിട്ടും. നമ്മൾ ഓൾറെഡി വരച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ ഡബ്ല്യു എൻ മൈനസ് 2 കിട്ടും. അത് ഇനി വേറെ ടേം ഒന്നും ഇല്ലാത്ത കാരണം ഡയറക്റ്റ് ഈ സമയം പോയിന്റിലോട്ട് കൊടുത്തു. ഓക്കെ, അതിൻ്റെ കോഎഫിഷ്യൻ്റ് എത്ര? -0.252. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവിടെ വൈ ഓഫ് എന്നിൻ്റെ ഇക്വേഷൻ എന്താ? വൈ ഓഫ് എൻ ഈക്വൽ ടു ഡബ്ല്യു എൻ ഇൻറ്റു 0.7. പിന്നെന്താ വരുന്നത്? പ്ലസ് -0.252 ഇൻറ്റു ഡബ്ല്യു എൻ മൈനസ് 2. ഓക്കെ, നമ്മുടെ ഇക്വേഷൻസ് ആയല്ലോ. അപ്പോൾ ടോട്ടൽ റിയലൈസേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഡിലേ എലമെൻറ്റ്സ് ഡയറക്റ്റ് ഫോം 1-നെ അപേക്ഷിച്ച് കുറവാണ്. അതാണ് ഈ സ്ട്രക്ചറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ എക്സാമ്പിൾ നോക്കാം. y of n plus y of n minus 1 minus 4 y of n minus 3 equal to x of n plus 3x of n minus 2. Obtain the direct form 2 realization for the system. Okay, given equation എഴുതി. then എന്താ? apply z transform apply ചെയ്തു. ഇവിടെ n-1ഉം n-3ഉം ആണ്. n-1 ആകുമ്പോൾ z ഇൻവേഴ്സ് ഇൻറ്റു y ഓഫ് z, n-3 ആകുമ്പോൾ z ഇൻവേഴ്സ് 3 ഇൻറ്റു y ഓഫ് z. RHSൽ x ഓഫ് n-ഉം 3x ഓഫ് n-2 ആണ് വരുന്നത്. n-2 ആകുമ്പോൾ z ഇൻവേഴ്സ് 2. ഓക്കെ, ദെൻ ഇവിടെ y ഓഫ് zൻ്റെ ടേംസ് കളക്ട് ചെയ്ത് എഴുതി. x ഓഫ് zൻ്റെ ടേംസ് അത് ആ ഓർഡറിൽ തന്നെയാണ് കിടക്കുന്നത്. y ഓഫ് zും x ഓഫ് z ഔട്ട് സൈഡ് എടുത്തു. ദെൻ y ഓഫ് z ബൈ x ഓഫ് z ഫോമിൽ എഴുതി. ഓക്കെ, ദെൻ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ വിത്ത് WZ ഓഫ് LHS. LHSൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്തോ ചെയ്തു? WZ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അതിനെ നമ്മൾ ഈ ഒരു ഫോമിൽ എഴുതി. y ഓഫ് z ബൈ WZ ഇൻറ്റു WZ ബൈ x ഓഫ് z ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതി. ദെൻ അടുത്ത് എന്ത് ചെയ്തു? ആദ്യത്തെ ടേം y ഓഫ് z ബൈ WZ ഈക്വൽ ടു ന്യൂമറേറ്റർ എഴുതി. അതിനകത്തുനിന്ന് നമുക്ക് എന്ത് കിട്ടി? y ഓഫ് z ഈക്വൽ ടു, അതുപോലെ തന്നെ അടുത്തതും എഴുതാം കേട്ടോ. അടുത്തത് എന്താണ്? WZ ബൈ x ഓഫ് z ഈക്വൽ ടു 1/1 പ്ലസ് z ഇൻവേഴ്സ് ഇൻറ്റു z ഇൻവേഴ്സ് മൈനസ് 4z ഇൻവേഴ്സ് 3. This is equation number 1. This is equation number 2. Then from equation 1. Okay. From equation number 1, y of z equal to WZ നെ RHSലോട്ട് കൊണ്ടുപോയി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതി. അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഇൻവേഴ്സ് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? y of n ഈക്വൽ ടു WN പ്ലസ് 3WN മൈനസ് 2. ഓക്കെ, അതുപോലെ തന്നെ ഫ്രം ഇക്വേഷൻ നമ്പർ, സിമിലർലി ഫ്രം ഇക്വേഷൻ
2 എന്ത് കിട്ടി wz by x of z equal to ഇതാണ് ഇക്വേഷൻ 2 from this x of z equal to ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി ഓക്കെ x of z equal to ഇക്വേഷൻ കിട്ടി wz നെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തു then we have to write the equation for wz ന്റെ ഇക്വേഷൻ എഴുതി ഓക്കെ wz equal to x of z minus z inverse wz plus 4z inverse 3wz. Okay. Then taking z inverse we will get the term wn equal to x of n minus wz in the z inverse into wz in the inverse wn minus 1 plus 4 into wn minus 3. Okay. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം പ്ലോട്ട് ചെയ്യണം ആദ്യം നമ്മൾ wn ഉം x of n ഉം വെച്ച് ആദ്യത്തെ സെക്ഷൻ വരയ്ക്കുക our input is x of n okay ഇവിടെ wn ഇനി wn equal to x of n minus wn minus 1 ഉണ്ട് wn minus 1 എന്ന് പറയുമ്പോൾ ഒരു ഡിലേ എലമെന്റ് z inverse ഇവിടെ നമുക്ക് wn minus 1 കിട്ടും പിന്നെന്താണ് wn minus 3 ആണ് n minus 3 എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം കൂടി വേണം ഒരെണ്ണം കൊടുക്കുമ്പോൾ wn minus 2 കിട്ടും ഒരെണ്ണം കൂടി കൊടുക്കുമ്പോൾ wn minus 3 ഓക്കെ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം സമയം പോയിന്റ്സ് ഒക്കെ വരയ്ക്കാം x of n പ്ലസ് ഓക്കെ ഇനി അടുത്തത് എന്താ വരുന്നത് -1 into wn minus 1 ഇതാണ് wn minus 1 അടുത്തത് ഒരു ടേമും കൂടി ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു സമയം പോയിന്റ് കൊടുക്കുക ഓക്കെ ഇവിടെ കോഎഫിഷ്യന്റ് -1 ഓക്കെ അടുത്തത് +4 into wn minus 3 wn minus 3 ഇവിടെയാണ് ഇനി വേറെ ടേംസ് ഇല്ല അതുകൊണ്ട് ഇങ്ങോട്ട് കൊടുത്തു ഓക്കെ അവിടുത്തെ കോഎഫിഷ്യന്റ് എത്രയാ 4 ദെൻ എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക് wn കിട്ടും ഓക്കെ ഇനി നമുക്ക് y of n ന്റെ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യണം y of n നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് y of n ന്റെ ഇക്വേഷൻ എന്തായിരുന്നു wn plus 3 into wn minus 2 ഒരു ടേം എന്ന് പറയുന്നത് wn ഓക്കെ wn plus 3 into wn minus 2 wn minus 2 എവിടെ കിട്ടുന്നത് ദാ ഇവിടെ wn minus 2 കിട്ടുന്നുണ്ട് ഓക്കെ ഡയറക്റ്റ് ഇങ്ങോട്ട് കൊടുത്താൽ മതി അതിൻ്റെ കോഎഫിഷ്യന്റ് എത്രയാ 3 ആണ് ഇവിടെ wn ന്റെ കോഎഫിഷ്യന്റ് 1 ആണ് അതുകൊണ്ട് കാണിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഡയറക്റ്റ് ഫോം 2 റിയലൈസേഷൻ ഓക്കെ